guys. Welcome to Ains vlog. ഇന്ന് ഞങ്ങൾ പോകാൻ വേണ്ടി പോണത് അഖിലാഞ്ചേരി പാർക്കിലേക്കാണ്. നമ്മൾ എങ്ങോട്ടാ പോണത് നോയമോളെ? പാർക്കിലേക്ക് പോകുവാണ്. സോ പാർക്കിന്റെ വിശേഷങ്ങൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് പറഞ്ഞു തരുന്നതാണ്. സോ ചാനൽ ആദ്യമായാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ പാർക്കിലെ വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. ചേർത്തലയ്ക്കടുത്ത് വാരനാട് റോഡിലൂടെ പോകുമ്പോൾ നെടുമ്പ്രക്കാട് എന്ന സ്ഥലത്താണ് അഖിലാഞ്ജലി പാർക്ക് ഉള്ളത്. അവിടെ കുട്ടികൾക്ക് വേണ്ടി മാത്രം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ്, ഫ്രണ്ട്ലി ആണെന്നൊക്കെ കേട്ടറിവോടുകൂടിയാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പം ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ കുട്ടൂസും നോയമോളും ഇഹാനും ഒക്കെ അവിടെ 1-2 വട്ടം പോയിട്ടുണ്ട്. എങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനും കൂടി അവരോട് പോയത്. ഫസ്റ്റ് ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കുകയാണ് ചെയ്തത്. പെർ ഹെഡ് 100 ആണെങ്കിൽ പോലും ഞങ്ങൾ 6 പേരുണ്ടായിട്ട് അവർ 400 മാത്രമാണ് നമ്മളോട് വാങ്ങിയത്. അകത്ത് കയറിയപ്പോഴാണ് മെസ്മറൈസിങ് വ്യൂ എന്ന് തന്നെ എടുത്ത് പറയാം. കൺസ്ട്രക്ഷൻ വൈസ് നോക്കുമ്പോൾ ആ ഒരു ഗ്രീനറിയും ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ആർക്കിടെക്റ്റും വളരെ അട്രാക്റ്റീവായിരുന്നു, ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നീട് ഞങ്ങൾ പോയത് ചിൽഡ്രൻസ് ഏരിയയിലേക്കാണ്. അവിടെ കുഞ്ഞൂസാണ് ആദ്യമേ കയറിയത്. അവൾ ഒന്ന് മാറി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടേയിരുന്നു. ആദ്യമേ കുറച്ച് നേരം ഊഞ്ഞാലാടി, പിന്നെ സീസോയിൽ കയറുമ്പോൾ ഓരോ ചെയറും അവൾ മാറി കാണിക്കുമായിരുന്നു. ആദ്യമേ യെല്ലോയിൽ കയറി, പിന്നെ റെഡ്, അങ്ങനെ ബ്ലൂ, മാറി ഒരാളൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. അവളപ്പം അടുത്തത് ഡിമാൻഡ് ചെയ്യും. പിന്നീട് പോയത് എയ്ഡൻ്റെയും ഇഹാൻ്റെയും അടുത്തേക്കാണ്. അവർ ജമ്പിങ് ഏരിയയിലായിരുന്നു. ഇവരുടെ ജമ്പ് കണ്ടിട്ട് ഇവരുടെ സ്റ്റാമിന ഓർത്ത് ഞാൻ തന്നെ അതിശയിച്ചു പോയി. അപ്പം നോയമോൾ അടുത്ത സാധനം എനിക്ക് ടാർഗറ്റ് ചെയ്ത് തന്നു. അതൊരു ഡക്കായിരുന്നു. കുറച്ച് നേരം ഡക്കിൻ്റെ പുറത്ത് കയറി അവൾ റൈഡ് ചെയ്തു. അപ്പോൾ അവൾക്ക് അടുത്തത് കിട്ടി. ഉടനെ അവൾ അടുത്ത പോയിന്റ് കാണിച്ചു. അപ്പം നോക്കുമ്പോഴാണ് ജിസ്ന ഒരു മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താടാ ഇത് നീങ്ങാത്തേന്നുള്ള രീതിയിൽ. അവൾ അത് ചെയ്യണ കണ്ടപ്പോൾ എനിക്കും കൂടി തോന്നി ഒന്ന് ചെയ്യാമെന്ന്. ഞാനും ആദ്യം ഇത്തിരി പണിപ്പെട്ടെങ്കിലും പിന്നീട് എനിക്കൊന്ന് ഒപ്പിച്ച് കിട്ടിയത്. അപ്പോഴും സ്റ്റാമിനയ്ക്ക് ഒരു കുറവും വരാതെ ഇഹാനും വേടനും കൂടി ജമ്പിങ് ഏരിയയിൽ തലകുത്തി മറിയുന്നുണ്ടായിരുന്നു. ഇവരിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് ഞാനും ഒന്ന് നെക്സ്റ്റ് സെക്ഷൻ ട്രൈ ചെയ്തെങ്കിലും എൻ്റെ സ്റ്റാമിന അനുവദിച്ചില്ല. ഞാൻ അവിടെ തന്നെ തളർന്നിരുന്നു പോയി. പിന്നെ അവിടെ നിർബന്ധിച്ചപ്പോഴാണ് സ്ലൈഡിങ് ഏരിയയിലേക്ക് വന്നത്. ഒരാൾ കയറിയപ്പോൾ തൊട്ട് പിറകെ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. ആദ്യം ഇടം വന്നു. അവരിലൊക്കെ വെല്ലിക്കൊണ്ട് നോയമോൾ അവിടെ നിന്ന് എടുത്ത് ചാടാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് ഇഹാൻ വേറൊരു ക്ലൈംബിങ് ഏരിയ കണ്ടത്. അവൻ ആദ്യം ക്ലൈംബ് ചെയ്യാൻ നോക്കി. പിന്നീട് നോയമോളും ഇഹാനും കൂടി അടുത്ത സ്ലൈഡിങ് സെക്ഷനിലേക്ക് പോയി. അവിടെ നിന്ന് തിരിഞ്ഞ് നോക്കുമ്പോഴാണ് 3 ജനറേഷൻ്റെ ഒരു ഊഞ്ഞാലാട്ടം കണ്ടത്. മമ്മിയും നാത്തൂനും നോയമോളും കൂടി ഇരുന്ന് ഊഞ്ഞാൽ മത്സരിച്ചാടുന്നു. അപ്പോഴേക്ക് ഏകദേശം ഒരു 6:30 ആയിരുന്നു. ലൈറ്റ്സ് എല്ലാം ഓണായി. അപ്പോഴാണ് ഐ ലവ് യു ആലപ്പിയുടെ ബോർഡ് കണ്ടത്. അങ്ങനെ ഞങ്ങൾ ആ ബോർഡിൻ്റെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം ഒരു സൈക്കിൾ യജ്ഞമായിരുന്നു. ആദ്യമേ ഈടനും പിന്നീട് ഇഹാനും, പിന്നെ അവരുടെ ഒപ്പം ഞാനും ഒരു സൈക്കിൾ എടുത്ത് ചവിട്ടി. തൊട്ട് പിറകെ നോയമോളും ഓടുന്നുണ്ടായിരുന്നു സൈക്കിൾ വേണമെന്നും പറഞ്ഞു. അങ്ങനെ സൈക്കിൾ യജ്ഞവും കഴിഞ്ഞു. അപ്പോഴേക്കും കുട്ടീസ് ചെന്ന് ചുറ്റടുത്ത് വീണ്ടും എന്തോ ഒരു ഡിമാൻഡ് ഇട്ടു. ആ ഡിമാൻഡ് ഞങ്ങളുടെ അടുത്ത് അവതരിപ്പിക്കാൻ വേണ്ടി എയ്ഡൻ വന്നു. അത് വേറെ ഒന്നും അല്ലായിരുന്നു, ഇനി ഫൺ ഏരിയയിലേക്ക് പോകാമെന്നായിരുന്നു. അതിനു മുമ്പ് ഡ്രാഗണിൻ്റെ ഇടയ്ക്ക് നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത് ഡ്രാഗണെ നോയമോളൊന്ന് തൊട്ടൊക്കെ നോക്കി. ഡ്രാഗണിനെ വെച്ച് ഞാൻ കുറച്ച് പേടിപ്പിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുമ്പ് വീണ്ടും നോയമോൾ ഒരു സീറ്റ് കാണിച്ചു തന്നു. അപ്പോൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിൻ്റെ പേർക്ക് ഞാൻ ഇച്ചിരി ദേഷ്യം വന്നു. കാരണം മറ്റു ഏരിയയിലേക്ക് പോകാൻ നിങ്ങൾ വേഗം വന്നേ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പതുക്കെ നീങ്ങി. അപ്പോൾ ഫ്രണ്ടിൽ നോക്കിയപ്പോഴാണ് അഖിലാഞ്ജലി സ്റ്റുഡിയോ പാർക്കിൻ്റെ ലൈറ്റ്സ് കണ്ടത്. അതൊരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത് ഞങ്ങൾ ഫൺ ഏരിയയിലേക്ക് നീങ്ങി. ഫൺ ഏരിയയിലേക്ക് ഞങ്ങൾ ഗേറ്റ് കടക്കും മുമ്പ് തന്നെ പിള്ളേർ ഓടി അവിടെ എത്തിയിരുന്നു. അവരവരുടേതായ ഏരിയകൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിരുന്നു. ആദ്യമേ തന്നെ സ്ലൈഡിങ് ആയിരുന്നു. സ്ലൈഡ് ചെയ്ത് ബോൾസിലേക്ക് പോകുന്നത്. 3 പേരും അവിടെ ചാടി. ചേട്ടന്മാർ ചാടിയാൽ പിന്നെ അനിയത്തി വെറുതെ നിൽക്കില്ലല്ലോ, അവളും എടുത്ത് ചാടി. പിന്നീട് അവൾ അടുത്ത സെക്ഷനൊക്കെ നോക്കി നടക്കുമായിരുന്നു, അടുത്ത് എവിടെ പോകണമെന്നുള്ളത്. അപ്പോഴാണ് ഞാൻ ക്ലൈംബിങ് ഏരിയ കണ്ടത്. അങ്ങനെ ഞാൻ അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പം നോക്കുമ്പോൾ ചിറ്റായും ജിസ്നായും അവിടെ നിൽപ്പുണ്ട്. ചിറ്റായും ഞാൻ അവിടെ നിന്ന്
ജിസ്ന പോസ് ചെയ്യുമായിരുന്നു. അങ്ങനെ എല്ലാം ആസ്വദിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാനുള്ള സമയമെത്തി. അപ്പോഴേക്കും എല്ലാവരെയും നിർത്തി ഞാൻ ഒരു സൈനിങ് ഓഫ് പറയാൻ വേണ്ടിയിട്ട് ബൈ പറയിപ്പിച്ചു. അപ്പോൾ ഇതാണ് അഖിലാഞ്ജലി സ്റ്റുഡിയോ പാർക്കിലേക്കുള്ള വിശേഷം. പ്രൈസ് വർത്തിയും കിഡ്സ് ഫ്രണ്ട്ലിയുമായ ഒരു അടിപൊളി പാർക്ക്. 5-ൽ ഒരു 4.5 റേറ്റിംഗ് കൊടുക്കാൻ പറ്റുന്ന ചേർത്തലക്കാർക്ക് അഭിമാനമായ ഒരു പാർക്ക്.